ഈ ഒരു CCTV ഫുട്ടേജ് തമിഴ്നാട്ടിലെ ഒരു ചെറിയ വില്ലേജിലെയാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് പ്രേതമാണെന്നാണ്. ഈ കറക്റ്റ് ലൊക്കേഷനിൽ കുറെ പേര് മരിച്ചിട്ടുമുണ്ട്. അങ്ങനെ തന്നെ ഉള്ള പേടിക്കാനായിട്ട്. ഇതല്ലേ സ്ഥലം? റെഡ് നമ്മുടെ ഫലത്തല്ലേ ഇത്? രാത്രി 8 മണി കഴിഞ്ഞാൽ ഇവിടെ ആരും പുറത്തേക്ക് പോലും ഇറങ്ങത്തില്ല. ഈ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ സ്ഥലത്തിന് വിലയില്ല. ആളുകളൊക്കെ വീട് മാറിപ്പോകുന്നു. ഇതിനൊരു പരിഹാരം വേണം. ഇനി ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരാളേ ഉള്ളൂ, ഞാൻ തന്നെ. ഇവൻ പ്രേതത്തെ വളയ്ക്കാമെന്നാണോ? നോ, ഇത് കുറച്ച് സീരിയസ് ആണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതാണ് എൻ്റെ ഫ്രണ്ട് കണ്ണൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയപ്പോഴേക്കും ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു. ഇവൻ്റെ നാട്ടിൽ പ്രേതമുണ്ട്. എനിക്ക് ഈ പ്രേതത്തെ ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പേടിയും തോന്നിയില്ല. പക്ഷെ അവൻ്റെ ആൻറ്റി എന്നോടൊരു കാര്യം പറഞ്ഞു. രാത്രിയിലെ അങ്ങ് പോകக்கூடாது. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അത് മാത്രമല്ല, രാത്രിയിൽ ആ വഴി പോകാതെ പേടിച്ചിരിക്കുന്ന ഒരു ചേട്ടനെയും കൂടെ ഞാൻ കണ്ടു. എന്തായാലും എന്റെ ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അബ്നോർമൽ ആയിട്ട് ഒന്നും ഇല്ലെന്ന് തെളിയിക്കുന്നുള്ളതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. ഐ ഹാവ് എ പ്ലാൻ. രാത്രി 12 മണി കഴിഞ്ഞ് ഈ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ വഴി കൂടെ പോയിട്ട് അടുത്തുള്ള ഒരു കോവിലിൽ ചെന്നിട്ട് ഈ പൂമാല അവിടെ വെക്കണം. അങ്ങനെ പോയി തിരിച്ചു വന്നാൽ ഇവിടെ പ്രേതമില്ലെന്ന് വിശ്വസിക്കാന്ന് ഈ അമ്മ പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞ് ഞങ്ങൾ പ്രേതത്തെ തപ്പിയിറങ്ങി. നമുക്ക് പ്രേതത്തെ പിടിക്കാൻ പോവാം. വാ, ഈ നാട്ടിൽ പ്രേതം ഉണ്ടോന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. അവിടെ തന്നെ അത് പേടിയൊന്നുമില്ല, പക്ഷെ എന്റെ കൂടെ ഒരു 3 പേരും കൂടെ ഉണ്ട്. പേടിയുണ്ടോ ശരിക്കും? പേടി മറ്റേ ആ നെടലുണ്ടപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ച്. നമ്മളെ ധൈര്യമൊക്കെ പറയുമെങ്കിലും ഇപ്പൊ ഒരു പേടി തോന്നുന്നില്ലേ? അല്ല, ശരിക്കും നാട്ടുകാർ മൊത്തം പേടിച്ചിരിക്കുമല്ലേ? നാട്ടുകാർ മൊത്തം പേടിച്ചിരിക്കും. അവർക്ക് എല്ലാവർക്കും പേടിയുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ പറയാ, ശരിക്കും ഈ വഴി രാവിലെ പാല് കൊടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അതായത് മറ്റേ പാൽ അതിനെന്നാ പറഞ്ഞ പാൽപ്പണ്ണ, തമിഴ് പാൽപ്പണ്ണയെന്ന് പറയും. ആ സ്ഥലത്ത് പാല് കൊടുക്കാൻ പോകുന്നവരുണ്ട്. അവർ പോകുമ്പോഴത്തേക്കിനും ഈ വഴി തന്നെ ഒരു സ്ഥലത്ത് ഒരു പാൽക്കാരൻ ഇതുപോലെ ആരോ വെട്ടിക്കൊന്ന് അങ്ങനൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് അവർ കുറച്ച് പാൽ ഒഴിച്ചിട്ടേ പോകത്തുള്ളൂ. നീ ഇതൊക്കെ ഉണ്ടാക്കി പറയുമ്പോൾ ശരിക്കും സീരിയസ് ആയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. അവൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടന്നപ്പം ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. ഈ ചേട്ടനും ഒരു പാൽക്കാരനാണ്. പുള്ളിക്കാരൻ അങ്ങോട്ട് പോകാതെ ഒറ്റയ്ക്ക് പേടിച്ച് നിൽക്കുവാണ്. കാരണം പണ്ട് ഇതുപോലെ ഒരു പാൽക്കാരൻ ആ ലൊക്കേഷനിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴി പോകുന്ന ആളുകളൊക്കെ ആ റോട്ടിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് പോകാറ്. അത് ഞങ്ങൾ രാവിലെ പോയി കണ്ടതാണ്. சொல்லியிருக்காங்களா யாராச்சும் இந்த மாதிரி அங்கே போனால் இருக்கு, அந்த வழியில் இருக்கு அப்படின்னு யாராச்சும் சொல்லியிருக்காங்களா? அது வேணா சொல்லியிருக்கேன். இந்த வழியில் இருக்கு அந்த மாதிரி எதுவும் சொல்லியிருக்காங்களா? வண்டியில் வந்து காலங்காத்தான் 2 பிள்ளை செத்துச்சுன்னாங்களா? எங்க நவம்பர் இருக்குல்ல? ஆமா ஆமா, அந்த நம்ம கோயில் நேக்கிட்டு. எப்போ எவ்வளோ நாள் ஆச்சு? அது ஒரு 6 மாசம் சொல்லிச்சுல. அங்கனதான் பயந்துட்டேன், வச்சுட்டேன். சாமத்தில் வர பேய் இருக்குன்னு எல்லாரும் சொன்னான். അവിടെ ഒരു 6 മാസം മുമ്പ് ഒരു 2 പേര് എവിടെ ഇറങ്ങാങ്ക ആട്ടോള് തട്ടി വന്നാங்க. ഇവരൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പം അങ്ങോട്ട് പോകണമെന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. പക്ഷെ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് നടന്നു. ഇപ്പം നടക്കുന്നത് നല്ല ശരിക്കും പറഞ്ഞ റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്നേ പറയത്തുള്ളൂ. എനിക്ക് പേടിയുണ്ട്. ജീവനോടെ തിരിച്ചു പോകണ്ടേ? എടാ, ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പം ഡിറ്റക്ഷൻ ആപ്പിൽ ഒരു റെഡ് സ്പോട്ട് കാണിച്ചു. ആ സൈഡിൽ അവിടെയാണ് അടുത്തേക്കല്ലേ വരുന്നത്. നടന്നെത്തിയത് ഞാൻ ആദ്യം പറഞ്ഞ കോവിലിന്റെ ഫ്രണ്ടിലാണ്. പേടിപ്പിക്കാൻ വേണ്ടിട്ട് മതിയടാ കേട്ടോ, തമാശ കളിക്കല്ലേ? എടാ അങ്ങനെ എന്റെ കയ്യിലുള്ള മാല ഞാൻ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു.
പക്ഷെ എന്നിട്ടും എനിക്ക് പ്രേതത്തെ ഒന്നും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഒറ്റയ്ക്കും ആ വഴി പോയി നോക്കി. ഇപ്പോൾ അവന്മാർ വീടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന്. എനിക്ക് ഈ ഫ്ലാഷ് അടിക്കുന്നുണ്ടെന്ന് കാണാൻ വയ്യ. സിയോ ഗ്രൂപ്പായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പേടി തോന്നത്തില്ല, പക്ഷേ ഒറ്റയ്ക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്നും പേടി തോന്നാനുള്ള. ചിലപ്പോൾ ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. അവിടെ കണ്ട ഒരു ചേട്ടനും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ ചേട്ടൻ ആ വഴി രാത്രി ഒറ്റയ്ക്ക് പോകാറുള്ളതാണ്, പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതോടെ ഞങ്ങൾ അത് കാത്തു കാണും. കണ്ടിട്ട് ഇടയ്ക്ക് കണ്ണന്റെ വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നു. ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും പേടിയായി. ഇത് ഞങ്ങൾ പതുക്കെ കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ കറങ്ങിയൊക്കെ നോക്കിയിട്ട് അണയുടെ താഴോട്ടൊക്കെ ഇറങ്ങി നടന്നു പോയിട്ട് ആ ശരി, അങ്ങനെ തന്നെ ഉള്ള പേടിക്കാനായിട്ട്. അപ്പൊ എന്നാ കുറെ നേരമായിട്ടൊരു സൗണ്ട് കേൾക്കായിരുന്നു ഇരുമ്പിന്റെ. പേടിപ്പിക്കുന്നോടാ, മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ല. എന്തുമാത്രം നേരം പിടിച്ചു വയ്ക്കുന്നേ. ആ പ്രേതത്തെ വളയ്ക്കണം. ഇങ്ങനെയാണ് നമ്മുടെ കൂടെ ഉള്ളവന്മാര്. പ്രേതത്തിനെ വരെ വിടത്തില്ല. അതെ, എന്നെ ഉദ്ദേശിച്ചാണോ അത്? എല്ലാരും ഉദ്ദേശിച്ച കൂടെ ഉള്ളവന്മാരെല്ലാം കണക്കാ, ഞാൻ ഉൾപ്പെടെ. കണ്ടോ കരിമ്പന? കണ്ടോ അതാണ് കരിമ്പന. കണ്ടോ തമിഴ്നാട്ടിൽ കരിമ്പന. കുറെ നേരമായിട്ട് നടക്കുകയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്ന് ഇതുവരെ ഒരു തേങ്ങയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഹെൻസ് പ്രൂവ്ഡ് ഈ നാട്ടിൽ പ്രേതമൊന്നുമില്ല. നാട്ടിൽ വരുമ്പോൾ എന്നെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരെന്നെ പേടിപ്പിച്ചു. വീട്ടുകാരൊക്കെ പറഞ്ഞു പേടിപ്പിച്ചതാ പ്രേതമുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് ആ പേടി പോയി. ഞങ്ങൾ പ്രേതത്തെ ഒന്നും കണ്ടില്ല, പക്ഷെ അന്ന് രാത്രി നാട്ടുകാർ ഏതോ ഒരു ജീവിയെ കണ്ടെന്ന് ചെറിയൊരു കരക്കമ്പിയൊക്കെ കേട്ടു. പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നില്ല, നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി ആ CCTV ഫുട്ടേജിൽ ഉള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. ഞങ്ങൾ കോവിൽ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടും ഈ ആന്റിയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് കണ്ണന്റെ പേടിയൊക്കെ മാറി. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ പേടി തന്നെയാണ്. അതുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും.